നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോട്ടയം സർക്കാർ നഴ്സിംഗ് കോളേജ് ഹോസ്റ്റലിൽ നടന്ന റാഗിങ്ങിൽ പ്രതികളായ 5 വിദ്യാർത്ഥികളെ പഠനം വിലക്കും. നഴ്സിംഗ് കൌൺസിലിന്റേതാണ് തീരുമാനം. കോട്ടയം വാളകം സ്വദേശി സാമുവൽ ജോൺസൺ, മലപ്പുറം വണ്ടൂർ സ്വദേശി രാഹുൽ രാജ്, വയനാട് നടവയൽ സ്വദേശി ജീവ, മലപ്പുറം മഞ്ചേരി പയ്യനാട് സ്വദേശി റിജിൽജിത്ത്, കോട്ടയം കുരുത്തോട് സ്വദേശി വിവേക് എന്നിവരുടെ പഠനത്തിലാണ് വിലക്ക് ഏർപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. നഴ്സിംഗ് കൌൺസിലിന്റെ തീരുമാനം കോളേജിനെ അറിയിക്കും. പ്രതികളായവരെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. സസ്പെൻഷനിൽ ഒതുങ്ങിയില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. സസ്പെൻഷനിൽ തീരേണ്ട കാര്യമല്ല ഇത്. മറ്റൊരാളും ഇനി ഇത് ചെയ്യാതിരിക്കാനുള്ള സന്ദേശമായി നടപടികൾ സ്വീകരിക്കുമെന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. പീഡനത്തിനിരയായ വിദ്യാർത്ഥിയുടെ പിറന്നാളായിരുന്നു. ഇതിന്റെ പേരിൽ ചിലവ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. ഇത് നൽകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞതിനെ തുടർന്നാണ് ക്രൂരമായ റാഗിങ്ങിലേക്ക് കാര്യങ്ങൾ പോയത്. ക്രൂരമായ റാഗ് ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. റാഗിങ്ങുമായി ബന്ധപ്പെട്ട് കോളേജ് പ്രിൻസിപ്പാളിനെയും അസിസ്റ്റന്റ് പ്രൊഫസറിനെയും സസ്പെൻഡ് ചെയ്തിരുന്നു. പ്രിൻസിപ്പൽ പ്രൊഫസർ സുലേഖ, അസിസ്റ്റന്റ് പ്രൊഫസർ അജീഷ് പി മാണി എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. ഹൌസ് കീപ്പർ കം സെക്യൂരിറ്റി അടിയന്തരമായി നീക്കം ചെയ്യാൻ നിർദ്ദേശം നൽകിയിരുന്നു. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ നടത്തിയ അന്വേഷണത്തെ തുടർന്നാണ് നടപടി. പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ JS സിദ്ധാർത്ഥന്റെ മരണത്തിലും പ്രതികളായ വിദ്യാർത്ഥികളെ കോളേജിൽ നിന്ന് പുറത്താക്കുകയും 3 വർഷത്തേക്ക് മറ്റു കോളേജുകളിൽ ചേർന്നതിൽ നിന്ന് ഡീബാർ ചെയ്യുകയും ചെയ്തിരുന്നു. ഈ ഉത്തരവ് സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയെങ്കിലും സിദ്ധാർത്ഥന്റെ അമ്മ നൽകിയ ഉത്തരവിൽ ഡിവിഷൻ ബെഞ്ച് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് സ്റ്റേ ചെയ്തിരുന്നു. 3 മാസത്തിലേറെ നീണ്ട അതിക്രൂരമായ റാഗിംഗാണ് ഗാന്ധിനഗർ നഴ്സിംഗ് കോളേജിൽ നടന്നത്. ഫെബ്രുവരി 9 സമാനമായ രീതിയിൽ റാഗിംഗ് നടന്നിരുന്നതായാണ് റിപ്പോർട്ട്. അതേസമയം ഹോസ്റ്റൽ വാർഡന്റെ മൊഴിയിൽ സംശയമുള്ളതായി പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. രാത്രികാലങ്ങളിൽ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് വാർഡന്റെ മൊഴി. ഇയാളെ വീണ്ടും ചോദ്യം ചെയ്തേക്കും. ക്രൂരമായ റാഗിംഗ് നടക്കുമ്പോൾ ഹൌസ് കീപ്പർ കം സെക്യൂരിറ്റി ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നുവെന്നാണ് വിവരം. വിദ്യാർത്ഥികളിൽ ഒരാൾ വിവരം സെക്യൂരിറ്റി അറിയിച്ചിട്ടും ഇടപെട്ടില്ല എന്നാണ് സൂചന. എന്നാൽ ഇത്തരത്തിൽ റാഗിംഗ് നടന്നത് അറിഞ്ഞില്ലെന്നും ഇരയായ കുട്ടികൾ നിലവിളിക്കുന്നത് കേട്ടില്ല എന്നുമാണ് ഹൌസ് കീപ്പർ കം സെക്യൂരിറ്റി മൊഴി നൽകിയത്. ഇതിൽ പോലീസിന് സംശയമുണ്ട്. റാഗിംഗ് നടന്ന മുറിയിൽ നിന്നും കത്തിയും കോമ്പസും ഡമ്പലും കരിങ്കൽ കഷ്ണങ്ങളും പോലീസ് കണ്ടെത്തിയിരുന്നു. കേസിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനാണ് പോലീസ് നീക്കം. റാഗിംഗിനെതിരെ 4 വിദ്യാർത്ഥികൾ കൂടി കോളേജിൽ ആന്റി റാഗിംഗ് സെല്ലിൽ പരാതി നൽകി. ഇതിൽ ഒരാൾ പോലീസിനും പരാതി നൽകിയിട്ടുണ്ട്. സീനിയർ വിദ്യാർത്ഥികൾ ഇവരുടെ ശരീരമാസകലം ഷേവ് ചെയ്തെന്ന് അന്വേഷണത്തിലും കണ്ടെത്തിയിട്ടുണ്ട്. ഫെബ്രുവരി 10 രാത്രി 11 ശേഷമായിരുന്നു പീഡനം. റാഗിംഗിന് വിധേയനായ ലിബിൻ നൽകിയ പരാതിയിൽ അറസ്റ്റിലായ കേരള ഗവൺമെന്റ് സ്റ്റുഡന്റ്സ് നഴ്സസ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി KP രാഹുൽ രാജ്, സാമുവൽ ജോൺസൺ, NS ജീവ, C റിജിൽജിത്ത്, NB വിവേക് എന്നിവർ തന്നെയാണ് ഈ ക്രൂരകൃത്യത്തിനും നേതൃത്വം നൽകിയത്. സീനിയേഴ്സ് ആവശ്യപ്പെട്ട പണം നൽകാത്തതിനെ തുടർന്ന് അജിത്, ദിലീപ്, ആദർശ്, അരുൺ എന്നിവരാണ് റാഗ് ചെയ്യപ്പെട്ടത്. ഇതിന്റെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തിയില്ല. അതിനിടെ ലിബിനെ റാഗ് ചെയ്തതിന്റെ ദൃശ്യങ്ങൾ പകർത്താൻ പ്രതികൾ അമലിനോട് നിർദ്ദേശിച്ചു. ഈ ദൃശ്യങ്ങളാണ് കേസിൽ വഴിത്തിരിവായി പോലീസിന് ലഭിച്ചത്. ഇതിനുശേഷം ഏറെ നേരം അമലിനെ മുട്ടുകാലിൽ നിർത്തിയെന്നും കവിളിൽ അടിച്ചെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ബോയ്സ് ഹോസ്റ്റലിലെ താഴത്തെ നിലയിൽ താമസിക്കുന്ന ജൂനിയർ വിദ്യാർത്ഥികളെ ഫോണിൽ വിളിച്ച് മുകളിലേക്ക് വരാൻ ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്ന് 13-ാം നമ്പർ മുറിയിൽ വെച്ചാണ് ശരീരമാസകലം ഷേവ് ചെയ്തത്. പ്രതികൾ മദ്യലഹരിയിലായിരുന്നു. ഭാരതീയ ന്യായ സംഹിത 118, 308, 350 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് പ്രതികൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.